ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാ രാജ്യത്തും ഇസ്ലാം വളരുന്നത് പോലെ തന്നെ യൂറോപ്പിൽ ഇസ്ലാം വളരുകയാണ് എന്ന് പറയുന്നുണ്ട്. ഓരോ തറാവി നമസ്കാരത്തിന്റെ സന്ദർഭത്തിലും സയന്റിസ്റ്റുകൾ, ആക്ടിവിസ്റ്റുകൾ, എഴുത്തുകാർ, ഫിലിം സ്റ്റാർ, പിന്നെ പുരോഗമനവാദികൾ ഇവരൊക്കെ വന്നിട്ട് ഇമാമെ ഞങ്ങൾക്ക് ഇസ്ലാം സ്വീകരിക്കണം അങ്ങനെ പറഞ്ഞ് ഇമാമ് തറാവി നമസ്കാരം കഴിഞ്ഞിട്ട് ഓരോരുത്തർക്കും ഷഹാദത്ത് പറഞ്ഞു കൊടുത്ത് ഒടുവില് 250 500 ആളുകൾ ഒരുമിച്ച് വരാൻ തുടങ്ങി. ഞങ്ങൾക്ക് ഇസ്ലാം സ്വീകരിക്കണം. ഇതിന്റെ കാരണം എന്താണ് എന്നറിയില്ല. ഈ 250 മുതൽ 500 വരെ ആളുകൾ ഇവർ ഇസ്ലാം മതം സ്വീകരിച്ച വിഷയം അറിഞ്ഞോ എന്നറിയില്ല. ഞാൻ പറയണത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ ഈ തറാവി നമസ്കാരത്തിന് ശേഷം ഇവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്ത ഇമാമും ഇക്കാര്യം അറിഞ്ഞിട്ടുണ്ടാകാനിടയില്ല. ഇസ്ലാം വളരുന്നു എന്ന് അവകാശപ്പെടുന്ന ആളുകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന വസ്തുതകളാണ് ഇതൊക്കെ. അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളിൽ രാവിലെ മദ്രസ കഴിഞ്ഞിട്ട് പോകുന്ന കുട്ടികളുടെ വീഡിയോ, വരിവരിയായിട്ട് കുട്ടികൾ അങ്ങനെ മദ്രസ കഴിഞ്ഞ് പോകുകയാണ്. അത് വീഡിയോ പിടിച്ചിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ആനന്ദിക്കുകയും ഇസ്ലാം വളരുന്നു എന്ന് പറയുകയും ചെയ്യുന്ന ആളുകളുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഓരോ ഇസ്ലാമിക രാജ്യങ്ങളും ഇസ്ലാം മതം സ്ഥാപിതമായി കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് നിലനിൽപ്പില്ല. അവിടെ നിന്ന് ആദ്യം ചവിട്ടി പുറത്താക്കപ്പെടുന്നത് മുസ്ലിങ്ങളാണ്. അങ്ങനെ അഭയാർത്ഥികളാക്കപ്പെടുന്ന ആളുകൾ യൂറോപ്പിലും മറ്റ് പല രാജ്യങ്ങളിലും ചേക്കേറുന്നു. ഏത് രാജ്യങ്ങളിൽ? മനുഷ്യത്വമുള്ള രാജ്യങ്ങളിൽ, മനുഷ്യനെ മനുഷ്യനായി കാണുന്ന, അവരും ഈ ഭൂമിയുടെ അവകാശികളാണെന്നും അവർക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ടെന്നും കരുതുന്ന, മനസാക്ഷിയുള്ള, മാനവികതയുള്ള, ജനാധിപത്യപരമായി ചിന്തിക്കാൻ കഴിവും മികവുമുള്ള ആളുകളുള്ള രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നു. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ രാജ്യങ്ങൾ, ജൂത രാജ്യങ്ങളൊക്കെ തന്നെയാണ് ഇവർ ഫോക്കസ് ചെയ്യുന്നത്. അവിടെ പോയി കഴിഞ്ഞാൽ അവർക്ക് പൊതുനിരത്തിൽ നിന്ന് നമസ്കരിക്കണം. പൊതുനിരത്തിൽ ഗതാഗതം തടസ്സപ്പെടുത്തി, യാത്ര തടസ്സപ്പെടുത്തി പബ്ലിക് റോഡുകളിൽ നിന്ന് നമസ്കരിക്കുന്നു, തക്ബീറുകൾ മുഴക്കുന്നു. പ്രവാചകന്റെ ജന്മദിനത്തോടനുബന്ധിച്ചിട്ട് ഇവർ ഘോഷയാത്രകൾ നടത്തുന്നു. ബലിപെരുന്നാളാണ് എന്ന് പറഞ്ഞ് മൃഗങ്ങളെ കൂട്ടത്തോടെ പൊതുനിരത്തിൽ നിർത്തി അവർ ബലി കൊടുക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാരണം യൂറോപ്പിലെ ജനങ്ങൾ, ഇവരെവിടെയൊക്കെയാണോ ചേക്കേറിയത് ആ രാജ്യത്തെ ജനങ്ങളൊക്കെ ഇവരെ കൊണ്ട് പൊറുതിമുട്ടി. അങ്ങനെ ചർച്ചുകളൊക്കെ, മസ്ജിദുകളൊക്കെ ലേലത്തിലിട്ടിരിക്കുന്ന രാജ്യത്തിലേക്ക് ഇവരെ ചേക്കേറിയിട്ട് കാണിച്ചു കൂട്ടുന്നതാണ് ഇതൊക്കെ. ഒരു കയ്യിൽ ഗ്രന്ഥവും മറു കയ്യിൽ ആയുധവും ഏന്തി ഇവർ മറ്റുള്ളവരെ കൂടി ഇസ്ലാം പഠിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചു. ഒടുവിൽ സ്കാൻഡിനേവിയ പോലെയുള്ള രാജ്യങ്ങൾ ഒന്ന് തീരുമാനിച്ചു, ഇവരെ ഇതിന് പ്രേരിപ്പിക്കുന്നത് ഖുർആനാണ്. അങ്ങനെ ഖുർആൻ കൂട്ടിയിട്ടവർ കത്തിച്ചു. ഇസ്ലാമിക ഗ്രന്ഥങ്ങളും ഹിജാബുകളും അറബി എഴുതിയ സിനിമ പോസ്റ്ററുകൾ വരെ അവരെടുത്തിട്ട് കത്തിച്ചു. എന്നിട്ട് പർദ, മക്കന, ലോകത്തൊരു മുസ്ലിം പോലും അവശേഷിക്കാതെ വന്നെങ്കിൽ മാത്രമേ ലോകത്ത് ഇസ്ലാം എന്ന വിപത്തിനെ ജനങ്ങൾ മനസ്സിലാക്കൂ എന്നവർ പറഞ്ഞു. ലോകത്തൊരു മുസ്ലിം പോലും ഉണ്ടാകരുത്, എന്നാലാണ് ലോകത്തിന് സമാധാനം ഉണ്ടാകുന്നത് എന്ന് പരസ്യമായി പ്രഖ്യാപിക്കാൻ ഒരു മടിയും അവർക്കുണ്ടായിരുന്നില്ല. ഭൂമിയിലെ സ്വർഗം അഥവാ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സമാധാനമുള്ള രാജ്യം എന്നറിയപ്പെട്ടിരുന്ന സ്കാൻഡിനേവിയയിൽ ഇന്ന് എന്താണ് കാണുന്നത് നോക്കാം. ഇവരെപ്പോഴും പറഞ്ഞ് പ്രചരിപ്പിക്കാറുണ്ട്, യൂറോപ്പിലെ ഇസ്ലാം പടവലങ്ങ പോലെ അങ്ങോട്ട് വളർന്ന് പടർന്ന് പന്തലിക്കുവാണെന്ന്. പക്ഷേ ഇസ്ലാം പടവലങ്ങ പോലെ കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുവാണ് എന്ന യാഥാർത്ഥ്യം ഇന്ന് നമുക്ക് തിരിച്ചറിയാം. കൂട്ടിയിട്ട് ഖുർആൻ കത്തിക്കുന്നു. തെരുവുകളിൽ ജനങ്ങൾ ഖുർആൻ കൂട്ടിയിട്ട് കത്തിക്കുന്ന ഒരു രീതിയിലേക്ക് സമാധാനത്തോടെയും സന്തോഷത്തോടെയും എല്ലാ മനുഷ്യരെയും മനുഷ്യരായി കണ്ടിരുന്ന ഒരു ജനതയെ പ്രേരിപ്പിച്ചെങ്കിൽ ഇവരെത്രമാത്രം ക്ഷമ നശിപ്പിച്ചിട്ടാണെന്ന് ആലോചിച്ച് നോക്കും. ചിലര് ക്ഷമിക്കും ഭൂമിയോളം. അത് കഴിഞ്ഞാൽ അവരൊന്ന് തിരിച്ച് പ്രതികരിച്ചാലുണ്ടല്ലോ
ഇവരൊന്നും ബാക്കിയുണ്ടാകില്ല. അതാണ് ക്ഷമിക്കുന്നവന്റെ അടയാളം. മാക്സിമം നോക്കും. ഈ ഭൂമിയിൽ ഒരു മുസ്ലിം പോലും ഇല്ലാത്തതായിരിക്കും നല്ല കാര്യമെന്ന് പരസ്യമായി പറയുന്നു. തിരിച്ചടിയായി നഗരം കത്തിച്ച് ഇസ്ലാമിസ്റ്റുകളും. ഭൂമിയിലെ ഏറ്റവും സമാധാനമുള്ള സ്ഥലമെന്ന് അറിയപ്പെട്ടിരുന്ന സ്കാൻഡിനേവിയ കലാപഭൂമിയാകുന്നു. ഇന്ന് ന്യൂസ് ഇൻ ഡെപ്ത് ചർച്ച ചെയ്യുന്നു ഇസ്ലാം ഭീതിയിൽ യൂറോപ്പിൽ തീവ്ര വലതുപക്ഷം ശക്തമാവുമ്പോൾ. ഭൂമിയിലെ സ്വർഗം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സ്കാൻഡിനേവിയയെ നരകമാക്കിയത് ആരാണെന്ന് നോക്കൂ. എങ്കിൽ അത് സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ ആണെന്നാണ് പൊതുവെ പറഞ്ഞു കേട്ടിരുന്നത്. ലോകത്തിലെ ഹാപ്പിനെസ് ഇൻഡെക്സിൽ എല്ലായ്പ്പോഴും ആദ്യത്തെ 10 സ്ഥാനം പിടിക്കുന്ന രാജ്യങ്ങൾ. വിദ്യാഭ്യാസ പുരോഗതി, ആരോഗ്യ മേഖലയിലെ മികവ്, ഉയർന്ന ജീവിത നിലവാരം, കുറഞ്ഞ കുറ്റകൃത്യ നിരക്ക്, കുറഞ്ഞ തൊഴിലില്ലായ്മ, സാമൂഹിക സുരക്ഷാ പദ്ധതികൾ തുടങ്ങിയവയുമായി ശ്രദ്ധേയമായ രാജ്യങ്ങൾ. നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക്, ഫിൻലൻഡ് തുടങ്ങിയ രാജ്യങ്ങളെ ശാന്തമായി ഒഴുകുന്ന ഒരു പുഴയോട് സാമൂഹിക ശാസ്ത്രജ്ഞന്മാർ വിശേഷിപ്പിക്കാറുള്ളത്. ഈ ശാന്തതയ്ക്കും സമാധാനത്തിനുമെല്ലാം പ്രധാന കാരണമായി അവിടെ നടന്ന പഠനങ്ങളിൽ എടുത്തു പറയുന്ന കാര്യം ആ നാട് ഒരു മതരഹിത സമൂഹം ആണെന്നാണ്. അതായത് മതങ്ങൾ ഇല്ല എന്നല്ല, പൊതുസമൂഹത്തിൽ മതം പ്രബലമല്ല എന്നതാണ് ഉദ്ദേശിക്കുന്നത്. നോർഡിക് രാജ്യങ്ങളിൽ 2018 നടന്ന സർവേയിൽ അവിടുത്തെ 58% ആളുകളും മതാനുഷ്ഠാനങ്ങൾ പിന്തുടരുന്നവർ അല്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 18% പേർ കട്ട നിരീശ്വരവാദികളുമാണ്. വിവാഹം, മരണം തുടങ്ങിയ ഒന്നോ രണ്ടോ അവസരങ്ങളിൽ ഒഴിച്ചാൽ ഈ രാജ്യങ്ങളിലെ ഭൂരിഭാഗം പേരും മതാനുഷ്ഠാനങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന പോലുമില്ല. പുരോഹിതന്മാർ ഇല്ലാത്തതിനാൽ ഇവിടുത്തെ പല ക്രിസ്ത്യൻ പള്ളികളും അടഞ്ഞുകിടക്കുകയുമാണ്. അവ വിശേഷ അവസരങ്ങളിലാണ് തുറന്ന് പ്രവർത്തിക്കാറുള്ളത്. ചില പള്ളികളാവട്ടെ ഹെറിറ്റേജ് ഹോട്ടലുകളും ഡാൻസ് ബാറുകളുമായി മാറിക്കഴിഞ്ഞു. പള്ളിയുടെ ഒരു ഭാഗം ഇത്തരം ആവശ്യങ്ങൾക്ക് വിട്ടുകൊടുത്ത് പണം കണ്ടെത്തുന്ന രീതിയും ഈ രാജ്യങ്ങളിലുണ്ട്. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളെ മുൻനിർത്തി മതരഹിത സമൂഹം എന്ന ചർച്ച പ്രൊഫസർ ഫിൽ സുക്കർമാനോ പോലുള്ളവർ ഉയർത്തിയിട്ടുണ്ട്. താനൊരു വിശ്വാസിയാണെന്ന് പലരും പറയുന്നത് പോലും അല്പം ലജ്ജയോടെയാണ് എന്നാണ് സുക്കർമാൻ തന്റെ പുസ്തകത്തിൽ പറയുന്നത്. എന്നാൽ ഈ നാടുകളിൽ ഇപ്പോൾ മതത്തിനും തീവ്ര വലതുപക്ഷ വികാരത്തിനും ചെറിയ തോതിലെങ്കിലും സ്പേസ് കിട്ടുന്നുവെന്നത് ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. അതിന് വഴിവെച്ചതാവട്ടെ ഈ നാട്ടിലേക്കുണ്ടായ കുടിയേറ്റവുമാണ്. സിറിയൻ, അഫ്ഗാൻ അഭയാർത്ഥികളെ സ്വീകരിക്കുന്ന കാര്യത്തിൽ ഇസ്ലാമിക രാജ്യങ്ങൾ പോലും മടിച്ചു നിന്നപ്പോൾ അവരെ സ്വീകരിച്ച നാടാണിത്. ഇപ്പോൾ അതേ കുറ്റത്തിന്റെ പേരിൽ ഈ രാജ്യങ്ങൾ അനുഭവിക്കുകയാണ്. അഭയാർത്ഥികളായി എത്തിയവരും കുടിയേറി എത്തിയവരുമായ മുസ്ലിം ജനസംഖ്യ വർദ്ധിച്ചതോടെയാണ് ഈ രാജ്യങ്ങളിൽ പ്രശ്നവും തുടങ്ങിയത്. ഇതോടെ ശാന്തമായി ഒഴുകുന്ന ഈ നാടിന്റെ അവസ്ഥ പാടെ മാറുകയും ചെയ്തു. വർഗീയതയും വംശീയതയും പ്രതി വർഗീയതയ്ക്ക് വഴിവെക്കുന്നു. അവിടെ ക്രിസ്ത്യൻ വർഗീയവാദത്തിന്റെ വേരുകൾ ഉണ്ടാകുന്നു. പള്ളികൾ ഉയർത്തെഴുന്നേൽക്കുന്നു. തീവ്ര വലതുപക്ഷ സംഘടനകൾ ഉണ്ടാകുന്നു. അവർ ഖുർആൻ കത്തിക്കുന്നു. അതിന്റെ പേരിൽ ഇസ്ലാമിസ്റ്റുകൾ നാടിന് തീയിടുന്നു. കഴിഞ്ഞ ഈസ്റ്റർ ദിനം മുതൽ സ്വീഡൻ നിന്ന് കത്തുകയാണ്. ഇപ്പോ നമ്മൾ കാണുന്ന അധിക യൂറോപ്യൻ രാജ്യങ്ങളിലും കുടിയേറ്റക്കാരുണ്ടാക്കിയ പ്രശ്നങ്ങൾ കാരണം ആ ജനത തന്നെ വല്ലാതെ പെരുവഴിയിലായിപ്പോയി. അതുകൊണ്ട് ഖുർആനും